നമ്മൾ പാലക്കാട് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടത്. ക്യാമറ ഓണാന്ന് കണ്ടപ്പോൾ തന്നെ അവരൊന്ന് പേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള മെട്രോ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് തൃശ്ശൂർ വരെ ഒന്ന് പോയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നേരെ വീട് വരെ പോകണം. അപ്പോൾ നമ്മൾ പാലക്കാട് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇതെന്ത് കലാരൂപമാണെന്ന് എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അബദ്ധം പറ്റി, നമ്മൾ തൃശ്ശൂരോട്ട് ഇറങ്ങിയത്. പക്ഷെ ഫോൺ അടിച്ചു പോയി. ഫോൺ അടിച്ചിട്ട് റിപ്പയറായി കിട്ടിയപ്പോൾ ഈ സമയം ഞങ്ങൾക്ക് തൃശ്ശൂർ പോയിട്ട് ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ കോഴിക്കോട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീമൊക്കെ തൃശ്ശൂരുണ്ടായിരുന്നു. ഫോൺ റെഡിയാക്കി ഇപ്പോഴാണ് കിട്ടിയത്. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോണത്. രണ്ടാമത്തെ തവണയാണ് നമ്മൾ തൃശ്ശൂർ പോയി വീഡിയോ എടുക്കുക എന്നുള്ള പ്ലാൻ എല്ലാം പാളി പോണത്. നല്ല രീതിക്കുള്ള തിരക്കുണ്ട്. ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകാൻ വേണ്ടി ഏറ്റവും സഹിക്കാൻ പറ്റുന്നത് ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും റെയിൽവേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യാത്ര ചെയ്യണ ആൾക്കാരും കൂടി ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ ആർക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ കുറെ നേരത്തിന് ശേഷം നമുക്ക് സീറ്റൊക്കെ കിട്ടിയിരുന്നപ്പോഴാണിത് ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടത്. ക്യാമറ ഓണാന്ന് കണ്ടപ്പോൾ തന്നെ അവരൊന്ന് പേടിച്ചിട്ടുണ്ട്. അതേപോലെ സൗണ്ടും കുറച്ച് പാടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം സൗണ്ട് ആക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ട്. ഇനി നേരെ മെട്രോ സ്റ്റേഷനിലോട്ട് പോകണം. നമ്മൾ ഇവിടുന്ന് വൈകിട്ട് പോയിട്ട് അവിടുന്ന് ബസ് കയറിയാണ് വീട്ടിൽ പോകാനായിട്ട്. ഇപ്പൊ ഒരു ട്രെയിൻ ഉണ്ട്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. ഓടിപ്പാഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മെട്രോ ട്രെയിൻ പോയി. ഇനി അടുത്ത വെച്ചിട്ടിരിക്കണം. ട്രെയിനിൽ കയറിയെന്ന് കയറിയില്ല. അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരിക്കണ ആ ഒരു എന്താ പറയാ, അവർ ചില പാട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് പോകാനുള്ള മെട്രോ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ 6 മിനിറ്റിലും ട്രെയിൻ ഉണ്ട് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. നല്ല തിരക്കുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. തുറന്നാലേ അറിയാൻ പറ്റുള്ളൂ. വിചാരിച്ച പോലെ തന്നെ നല്ല തിരക്കുണ്ട്. ഇനി വൈറ്റിലേക്ക് പോയി ബസ് കയറി നേരെ നമ്മുടെ നാട്ടിലോട്ട് പോകണം. രാത്രിയായിട്ടോ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി.